Hi, welcome to Read With Me, the Hindu newspaper analysis. Supreme Court in disagreement with Justice Verma's claims on Lok Sabha Speaker. സുപ്രീം കോടതി ജസ്റ്റിസ് വർമ്മയുടെ ക്ലെയിംസ് പ്രൈമ ഫേസി ഡിസഗ്രി ചെയ്തിരിക്കുകയാണ്. ജസ്റ്റിസ് വർമ്മ നടത്തിയ ക്ലെയിംസ് എന്താണെന്നാൽ ഈ യശ്വന്ത് വർമ്മയുടെ റിമൂവലിന് ലോക്സഭാ സ്പീക്കർ യൂണിലാറ്ററലി ഒരു ഇൻക്വയറി കമ്മിറ്റി സെറ്റപ്പ് ചെയ്തു. രാജ്യസഭാ മോഷനെ റിമൂവ് ചെയ്ത ഡെപ്യൂട്ടി ചെയർമാൻ്റെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മൂവാണിതെന്നാണ് ജസ്റ്റിസ് വർമ്മ പറയുന്നത്. ജഡ്ജസ് എൻക്വയറി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 2 ഒരു കാര്യം പറയുന്നുണ്ട്. ഒരേ ദിവസം തന്നെ രണ്ട് ഹൗസിലും ലോക്സഭയിലും രാജ്യസഭയിലും മോഷൻസ് അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ജോയിന്റ് കമ്മിറ്റി സ്ഥാപിക്കണമെന്ന്. പക്ഷേ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ഈ ജോയിന്റ് കമ്മിറ്റി മോഷനെ റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിലെ സ്പീക്കറിന് ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നതിൽ നിന്നും എന്തെങ്കിലും ബാറുണ്ടോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിക്കുന്നത്. ആർട്ടിക്കിൾ 124 ക്ലോസ് 4 സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നത്. പ്രൂവ്ഡ് മിസ്ബിഹേവിയറോ ഇൻകപ്പാസിറ്റിയോ ആണ് കാരണങ്ങൾ. ജഡ്ജസ് എൻക്വയറി ആക്ട് 1968 റിമൂവൽ പ്രോസസ് ഇങ്ങനെയാണ്. മോഷൻ ഇനീഷ്യേഷൻ നടക്കണമെങ്കിൽ ലോക്സഭാ എം പിസ് 100 പേരും രാജ്യസഭാ എം പിസ് 50 പേരും വേണം. ലോക്സഭയിലെ സ്പീക്കറോ അല്ലെങ്കിൽ രാജ്യസഭയിലെ ചെയർമാനോ മോഷൻ അഡ്മിറ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യും. മോഷൻ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മെമ്പർ കമ്മിറ്റിയാണ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ഈ 3 മെമ്പർ കമ്മിറ്റിയിൽ വരുന്നത് സുപ്രീം കോടതി ജഡ്ജ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, പിന്നെ ഏതെങ്കിലും ഒരു ഡിസ്റ്റിങ്ഷ്ഡ് ജുറിസ്റ്റ്. രണ്ട് ഹൗസിലും വോട്ടിംഗ് നടത്തുമ്പോൾ സ്പെഷ്യൽ മെജോറിറ്റിയോടുകൂടി പാസ്സാകണം. അതിനുശേഷം പ്രസിഡന്റാണ് ഫൈനൽ ഓർഡർ ഫോർ റിമൂവൽ നൽകുന്നത്. നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ. കേരളാസ് ന്യൂ ലാംഗ്വേജ് ബിൽ ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സെയ്സ് കർണാടക. കേരളത്തിൻ്റെ പുതിയ ലാംഗ്വേജ് ബില്ലും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ചുമാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ മലയാള ഭാഷാ ബിൽ 2025 കർണാടക ഒപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഈ ബില്ലിൽ മലയാളം കമ്പൽസറി ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് പറയുന്നുണ്ട്. കാസർഗോഡിലെ കന്നഡ സ്പീക്കിംഗ് ആൾക്കാർക്ക് എതിരാണ് ഈ ബില്ലെന്നും കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 350A ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുവെന്നും പറയുന്നു. കർണാടക ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി വഴിയാണ് കർണാടക ഗവൺമെൻറ് ഈ ഒബ്ജക്ഷൻ അറിയിച്ചിരിക്കുന്നത്. മലയാള ഭാഷ ക്ലാസ് 10 വരെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കമ്പൽസറി ആക്കുക എന്നുള്ളതാണ് ഈ ബില്ലിലെ ഒരു പ്രൊവിഷൻ. നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് നാറ്റ്ഗ്രിഡ്, ദ സെർച്ച് എഞ്ചിൻ ഓഫ് ഡിജിറ്റൽ ഓതറൈസേഷൻ. 26/11 മുംബൈ അറ്റാക്സിന് ശേഷം ഇൻ്റലിജൻസ് ഫെയിലിയറിൻ്റെ കാരണത്താൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാറ്റ്ഗ്രിഡ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ഇൻ്റലിജൻസ് അഗ്രഗേഷൻ്റെ സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുക, ഡേറ്റാബേസിനെ പല കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കുക, ഐഡൻറ്റിറ്റി, അസറ്റ്സ്, ട്രാവൽ, ഫൈനാൻഷ്യൽ, ടെലികോം, അങ്ങനെ ഡേറ്റാബേസ് കാറ്റഗറൈസ് ചെയ്യുക. ഇതൊക്കെയാണുള്ള നിർദ്ദേശങ്ങൾ. നാറ്റ്ഗ്രിഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി 2012 ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയാണ് നടത്തുന്നത്, അല്ലാതെ ഒരു ആക്ട് ഓഫ് പാർലമെൻ്റ് ആയിട്ടല്ല ചെയ്തത്. 2025 നാറ്റ്ഗ്രിഡിൻ്റെ യൂസേജ് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ്സിനോട് ആവശ്യപ്പെടുകയാണ് സെൻറ്റർ. പോലീസ് യൂണിറ്റ്സിലെ SP റാങ്കിലേക്ക് വരെ ആക്സസ് വലുതാക്കിയിട്ടുണ്ട്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ കൺസേൺസ് ഉയർത്തുന്നുണ്ട്. ഗാന്ധിവ പോർട്ടൽ ഡിപ്ലോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇതൊരു അഡ്വാൻസ്ഡ് അനലിറ്റിക്കൽ ടൂളാണ്. മറ്റ് ഡേറ്റാബേസിൽ നിന്നും എല്ലാ ഡേറ്റാസും ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇവിടെ ഉയർത്തപ്പെടുന്ന കൺസേൺസ് എന്ന് പറയുന്നത് ഈ നാറ്റ്ഗ്രിഡിന് ഒരു സ്റ്റാച്യൂട്ടറി ഫ്രെയിംവർക്ക് ഇല്ല, അതുപോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓവർസൈറ്റ് മെക്കാനിസം ഇല്ല. ചില സ്പെസിഫിക് ഈവൻറ്റ്സ് മാത്രം ട്രാക്ക് ചെയ്യുന്നതിൽ നിന്നും ഒരു കംപ്ലീറ്റ് ഇന്ത്യൻ സിറ്റിസൻസിനെ മാപ്പിങ്ങിലേക്ക് ഇത് വഴിയൊരുക്കുന്നു. അൽഗരിതംസിലെ ബയാസ് ഇപ്പോഴുള്ള സോഷ്യൽ ഇനിക്വാലിറ്റീസിനെ വൈഡൻ ചെയ്യിക്കുമോ എന്നൊരു ചോദ്യം. ജസ്റ്റിസ് KS പുട്ടസ്വാമി കേസിൽ പറയുന്ന റൈറ്റ് ടു പ്രൈവസിയുടെ വയലേഷനായിട്ടും വരുന്നുണ്ട്. പാർലമെൻ്ററി അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓവർസൈറ്റ് മെക്കാനിസം ഇല്ലാതെ ഡിജിറ്റൽ അതോറിറ്റേറിയനിസത്തിലേക്ക് ഇത് വഴിയൊരുക്കുന്നുണ്ടോ എന്നതും ചോദ്യമാണ്. ഒപ്പീനിയൻ പേജിലെ ആർട്ടിക്കിളാണ് അടുത്തത്. യൂത്ത് ലീഡർഷിപ്പ് ഈസ് കീ ടു വികസിത് ഭാരത്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. ഇന്ത്യയുടെ യൂത്ത് ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ ഹാർനസ് ചെയ്യുന്നത് എയിം ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. യുവതലമുറയ്ക്ക് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊരു പ്ലാറ്റ്ഫോം ഒരുക്കുക, അതുപോലെ അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുക.
അത് വളർത്തിയെടുക്കുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഗോൾ എന്ന് പറയുന്നത് 1,00,000 യുവജനങ്ങളെയെങ്കിലും പബ്ലിക് ലൈഫിലേക്ക് കൊണ്ടുവരിക, 2047 ആകുമ്പോഴേക്കും ഡെവലപ്ഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യുക എന്നൊക്കെയാണ്. ജനുവരി 9 മുതൽ 12 വരെയാണ് 2026 നാഷണൽ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് നടക്കുന്നത്. ഡിസൈൻ ഫോർ ഭാരത്, ടെക് ഫോർ വികസിത് ഭാരത്, ഇതൊക്കെയാണ് പുതിയ ഇനിഷ്യേറ്റീവ്സ്. ജനുവരി 12 അന്നാണ് നാഷണൽ യൂത്ത് ഡേ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അന്ന് സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ്. പ്രൈം മിനിസ്റ്റർ യുവജനങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു ദിവസമാണത്. നെക്സ്റ്റ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലെ ഒരു ആർട്ടിക്കിളാണ് ഇന്ത്യസ് പ്രോഗ്രസ് ഓൺ ഇറ്റ്സ് ക്ലൈമറ്റ് ടാർഗറ്റ്സ്. പാരീസ് അഗ്രിമെൻറ്റ് ടാർഗറ്റ്സ് ഇന്ത്യ മീറ്റ് ചെയ്തു എന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. പാരീസ് കമ്മിറ്റ്മെൻറ്റ്സ് 2015 പറയുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. 1. എമിഷൻ ഇൻറ്റൻസിറ്റി 33 മുതൽ 35% വരെ ആയിട്ട് കുറയ്ക്കുക. 2030 ആകുമ്പോഴേക്കും ബേസ് ലൈൻ പറഞ്ഞിരിക്കുന്നത് 2005 ആണ്. 2. നോൺ ഫോസിൽ പവർ കപ്പാസിറ്റി 40% എൻഹാൻസ് ചെയ്യുക. 3. 175 ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജിയിലേക്ക് എത്തിച്ചേരുക. 4. ഫോറസ്റ്റ് വഴി കാർബൺ സിക്വസ്ട്രേഷൻ നടത്തുക. അത് 2.5 മുതൽ 3 ബില്യൺ ടൺസ് വരെയുള്ള കാർബൺ സിക്വസ്ട്രേഷൻ നടത്തുക എന്നിവയാണ്. ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന പ്രോഗ്രസ് ചെക്ക് ചെയ്താൽ 1. എമിഷൻ ഇൻറ്റൻസിറ്റി 2020 ആയപ്പോഴേ നമ്മൾ 36% എമിഷൻ ഇൻറ്റൻസിറ്റി കുറച്ചിരിക്കുന്നു. ടാർഗറ്റ് വളരെ വേഗം തന്നെ അച്ചീവ് ചെയ്തിരുന്നു. രണ്ടാമത് പറഞ്ഞ കാര്യം നോൺ ഫോസിൽ കപ്പാസിറ്റി, അത് 2015 നിന്നും 2025 ആയപ്പോഴേക്കും 29% നിന്നും 51% ഉയർന്നിരിക്കുന്നു. അതായത് 40% എന്ന് പറയുന്ന ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, 51% നേടി. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2023 റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യം, ഫോറസ്റ്റ് വഴിയുള്ള കാർബൺ സിക്വസ്ട്രേഷൻ 2.29 ബില്യണോളം നമ്മൾ അടുത്തു. അതായത് നമ്മുടെ ഒറിജിനൽ ടാർഗറ്റിന് ക്ലോസ് ആണ്. പാരീസ് കമ്മിറ്റ്മെൻറ്റ്സിലുള്ള ഏകദേശം എല്ലാ ടാർഗറ്റ്സും നമ്മൾ മീറ്റ് ചെയ്തു. എങ്കിൽ പോലും ചാലഞ്ചസ് ബാക്കിയാണ്. 1. എമിഷൻ ഇൻറ്റൻസിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചെങ്കിൽ പോലും അതിൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നതാണ് അബ്സല്യൂട്ട് എമിഷൻസ് എന്ന് പറയുന്നത്. അത് ഇപ്പോഴും ഹൈ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. രണ്ടാമത് കോളിലുള്ള ഡിപ്പെൻഡൻസ്, 70% ഇലക്ട്രിസിറ്റിയും ഇപ്പോൾ കോൾ വഴിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. 3. സ്റ്റോറേജിൻ്റെ കാര്യമാണ്. 500 മെഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഇപ്പോൾ ഓപ്പറേഷണൽ ആയിട്ടുള്ളത്. 2030 ആകുമ്പോഴേക്കും 336 ഗിഗാവാട്ട് ബാറ്ററി സ്റ്റോറേജ് ഡിമാൻഡിലേക്ക് ആവശ്യമായിട്ട് വരും. ഇംപ്ലിമെൻറ്റേഷൻ ചാലഞ്ചസും ഉണ്ട്. കോമ്പൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ടിൻ്റെ യൂസേജ് അൺഈക്വൽ ആണെന്ന് പറയുന്നു. ഗ്രിഡ് കണക്റ്റിലെയും ലാൻഡ് അക്വിസിഷനിലെയും കാലതാമസമെല്ലാം ഇംപ്ലിമെൻറ്റേഷൻ ചാലഞ്ചസിൽ ഉൾപ്പെടുന്നവയാണ്. ടാർഗറ്റ്സ് ഒക്കെ അച്ചീവ് ചെയ്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഒക്കെ സ്കെയിലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്മിഷൻ അപ്ഗ്രേഡ് നടത്തണം. കോൾ ട്രാൻസിഷൻ റോഡ് മാപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഫോറസ്റ്റ് ഗവേണൻസിൽ റീഫോം കൊണ്ടുവരണം. ഡേറ്റ ട്രാൻസ്പെറൻസിയും ഉണ്ടാകണം.